ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ക്ഷീണമൊക്കെ ഉണ്ടോ? അപ്പോൾ ഇന്ന് എൻ്റെ ഡേ മൈ ലൈഫ് കണ്ടാലോ? അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇഫ്താർ സ്നാക്സും കൂടി കാണാം. അപ്പം ഞാൻ രാവിലെ തന്നെ അകം ക്ലീൻ ചെയ്യാനാണ് നിന്നിരുന്നത്. ക്ലീൻ ചെയ്യലൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് മുറുക്കാനുള്ള ഡേറ്റ് ആയിരുന്നു. അപ്പം ഞാനും ഉപ്പയും കൂടിയാണ് അങ്ങോട്ട് പോയത്. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അധികം എടുത്തിട്ടൊന്നുമില്ല. ഞങ്ങളോട് 12 മണിക്ക് എത്താനാണ് പറഞ്ഞിരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും 2:30 മണിയായി. നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് സ്നാക്ക് ഉണ്ടാക്കാൻ നിന്നു. ഉണ്ടാക്കുന്നത് തേങ്ങാമുറിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ? അതിനൊരു 3 ഉരുളക്കിഴങ്ങ് ഉപ്പും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അപ്പോഴേക്ക് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചോപ്പറിലിട്ട്. എനിക്ക് ഉള്ളി അരിയുന്നത് തീരെ ഇഷ്ടമല്ല. ചോപ്പർ വാങ്ങിയതിന് നല്ല ഉപകാരമായി. ഇത് നമ്മൾ വാങ്ങിയത് മീഷോയിൽ നിന്നാണ്. അപ്പോൾ എന്നെ പോലെ ഉള്ളിയൊക്കെ അരിയാൻ മടിയുള്ളവർക്ക് ഇത് നല്ല ഉപകാരമാവും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഫുള്ളായിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കും ഉരുളക്കിഴങ്ങൊക്കെ വെന്തു. ആ കുക്കറിൽ തന്നെ കോഴിമുട്ട വേവിക്കാൻ വെച്ചു കേട്ടോ. 6 മുട്ടയാണ് ഞാൻ അതിലേക്ക് എടുത്തത്. അപ്പോൾ ഞാൻ മുട്ട വേവിക്കാനായിട്ട് ഗ്യാസ്മ വെച്ചിട്ടോ. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നല്ലോണം ഞാൻ ഒടിച്ചെടുത്തു കേട്ടോ. നല്ലോണം ഞാൻ ഉടച്ചെടുത്തു. ചോപ്പ് ചെയ്ത 6 ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഓൾറെഡി വേവിച്ച് ക്രഷ് ചെയ്ത ചിക്കന്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഇതൊക്കെയാണ് തേങ്ങാമുറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി പെട്ടെന്ന് പാടാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊണ്ട് അത് നല്ലോണം വഴണ്ടെടുക്കുക. അത് നല്ലോണം വഴണ്ട് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൊടുത്ത് നല്ലോണം അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതെല്ലാം ഇട്ട് നല്ല മിക്സാക്കി വഴറ്റിയെടുക്കുക. അത് നല്ലോണം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് വഴണ്ട് വരുമ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല എന്നിവ അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് യോജിച്ചെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് യോജിക്കുക. അവസാനം ചപ്പ എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം അത് ഇറക്കി വെക്കുക. ചൂടാറാനും വേണ്ടി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇത് ഉണ്ടാക്കാൻ 2 മുട്ട നല്ലോണം കലക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ്, വേവിച്ച് വെച്ച മുട്ട, ഉണ്ടാക്കി വെച്ച മസാല, ആ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ നല്ലോണം മസാലയിൽ നിന്ന് വലിയൊരു ഉരുള എടുത്തിട്ട് എന്നിട്ട് പരത്തി മുട്ട അതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് അത് നല്ലോണം പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് പൊതിഞ്ഞതിന് ശേഷം നല്ലോണം അത് ഷേപ്പാക്കി എടുക്കുക. അത് ഷേപ്പായിട്ട് ചെയ്തതിന് ശേഷം മുട്ടയിലിട്ട് നല്ലോണം മുക്കിയെടുക്കുക. മുട്ടയിൽ നല്ലോണം മുക്കിയെടുത്തതിൻ്റെ ശേഷം
ബ്രെഡ് ക്രംസിൽ ഡീപ്പ് ചെയ്ത് വീണ്ടും നല്ലോണം ഷേപ്പാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് വെച്ചതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കണം. അത് കൈ കൊണ്ട് നല്ലോണം ഷേപ്പ് ചെയ്യുക. അതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ മുട്ടയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ കയ്യിൽ മസാല എടുത്തിട്ട് വീണ്ടും പരത്തിയതിന് ശേഷം മുട്ട വെച്ച് പൊതിഞ്ഞ് നല്ലോണം അത് ഷേപ്പാക്കി എടുക്കുക. ഷേപ്പ് ആയതിനു ശേഷം വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നല്ലോണം ഡീപ്പ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിലിട്ട് നല്ലോണം ഷേപ്പ് ചെയ്യുക. അതിനുശേഷം അതും വേറെ പാത്രത്തിൽ മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ മുട്ട ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായി പൊരിച്ചെടുക്കുക. എല്ലാതും നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. പൊരിച്ചതിന് ശേഷം അത് വേറെ പാത്രത്തിൽ കോരിയെടുക്കുക. വേറെ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം വീണ്ടും അതേപോലെ എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും തേങ്ങാമുറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ടൈമായി. നോമ്പിനുള്ള പത്തിരി, ബത്തക്ക, നാരങ്ങ, ഈത്തപ്പഴം, പിന്നെ പൊരിച്ച് വെച്ച തേങ്ങാമുറി, ജ്യൂസ്, ചിക്കൻ കറി, പൊറോട്ട, ഇതൊക്കെയാണ് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ്. അപ്പോൾ നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുക്കാനായിട്ട് കാത്തിരുന്ന് കൊടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ആദ്യമായിട്ട് ഈത്തപ്പഴം ഞങ്ങൾ തിന്നിരുന്നത്. എനിക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഞാൻ എല്ലാതും കൈ കൊണ്ട് മുറിച്ചിട്ടാണ് തിന്നത്. അപ്പോൾ നല്ല ഫാസ്റ്റാണ് കേട്ടോ. അപ്പം ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം പിന്നെ തണുത്ത വെള്ളമാണ് കുടിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഈ ബത്തക്കാണ് പിന്നെ തിന്നത്. ബത്തക്ക തിന്നതിന് ശേഷം പിന്നെ ജ്യൂസ് ഉണ്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജ്യൂസ് മാങ്ങാ ജ്യൂസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ എടുത്തത് പൊരിച്ചക്കടി തേങ്ങാമുറി ആയിരുന്നു. എനിക്ക് പൊരിച്ചക്കടിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെ ഉണ്ടാക്കണം ചോദിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഉപ്പും ഇതൊക്കെ നല്ലോണം പാകത്തിനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ തേങ്ങാമുറി. അങ്ങനെ തേങ്ങാമുറിയൊക്കെ തിന്നതിന് ശേഷം പിന്നെ ബാക്കി ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നോമ്പുതുറ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.